Hey guys, welcome back. It's me, Rubber here. എന്നാ ഉണ്ട്, സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞാൻ ഫില്ലിയെ കാണാനായിട്ട് പോവാണ്. ടെസ്ല കുട്ടൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പുറത്ത് വരെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തരാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അടിപൊളി സ്ഥലമാണ്. ഞാൻ ടെസ്ല കുട്ടൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫില്ലയിലോട്ട് പോവാണ്. ഫില്ലയിൽ ചെന്നിട്ട് ഫില്ലയിൽ കുറച്ച് വ്യൂസും ഷോപ്പിംഗ് മാൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരി ഗൈസ്. ഇതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നെയ്ബർഹുഡ്. ടെസ്ല കാർ. It's my brother over here. Hi. So nice. Guys, ഇവിടെ ആപ്പിൾ ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നടന്നു കഴിഞ്ഞാൽ ഫുൾ ആപ്പിൾ തോട്ടമാണ് കേട്ടോ. ആക്ച്വലി അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല, അത് പ്രോപ്പറായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സൺഡേ ആണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. സൺഡേ തന്നെയാണ് ഞങ്ങൾ ഈ ആപ്പിൾ തോട്ടത്തിൽ പോവുകയും ചെയ്തത്. ഇപ്പോൾ ടയർഡ്നെസ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു, 2-3-4 ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും, എൻ്റെ റീൽസിലൊക്കെ കാണാമായിരിക്കും ചെറിയ ചെറിയ ആപ്പിൾ തോട്ടത്തിനൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തോ പറയാ. ഓക്കെ, ഇപ്പോൾ എന്തായാലും വാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. ബിക്കോസ് ടെസ്റ്റിലേക്കകത്ത് ചാർജ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ഫില്ലയിലോട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ see you guys, bye. ഇതാണ് വാവ. അപ്പോൾ ഞങ്ങളിവിടെ ടെസ്ല ചാർജിങ് ഏരിയ. അപ്പോൾ ഇത് ചാർജ് ചെയ്തതും കൂടി കാണിച്ചു തരാം കേട്ടോ. പാർക്കിംഗ് സ്ലോട്ടിലോട്ട് ഇടുവാണ്. ഇതിന്റെ ഡോറിന്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞ ഇതാ കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ തന്നെ തുറക്കും. അതേപോലെ ഹാൻഡിൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഡോർ തന്നെ തുറക്കും. പിന്നെ നമ്മളിങ്ങനെ അടച്ചാൽ മാത്രം മതി. പിന്നെ ഇതാണ് ചാർജിങ് ഏരിയ. ജസ്റ്റ് പ്രസ് ചെയ്യുക, ചാർജർ എടുക്കുക, ചാർജർ പ്ലഗ് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്, റൈറ്റ്? ടെസ്ല കൂട്ടനെ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് പോവാണ്, വാവയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു നോക്കാം. വാങ്ങിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. അവിടുത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ആക്ച്വലി ഒരു പെട്രോൾ സ്റ്റേഷനാണ്. ഇതാണ് ഒരു സ്റ്റോറാണ്. ഇവിടെ കോഫീസും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ കണ്ടിട്ടുള്ള പല വെറൈറ്റി മോൺസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. പല വെറൈറ്റി ഉണ്ട്. കോള, മൗണ്ടൻ ഡ്യൂ എല്ലാം പല വെറൈറ്റിയാണ്. അതുപോലെ നിങ്ങൾ ഈ ബോട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഈ കോളയുടെ ഒക്കെ ബോട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ കോളയുടെ ബോട്ടിലിന് ഒരു സ്പെഷ്യൽ ഷേപ്പാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല, ഡിഫറെൻറ്റ് ഷേപ്പാണ്. പിന്നെ വിലക്കുറവാണ് കേട്ടോ. ഇവിടെ ഡ്രിങ്ക്സിനും ഫുഡിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഇത് ഫുൾ ഐസ്ക്രീമിൻ്റെ ഏരിയ ആണ്. ഇതും ഐസിൻ്റെ, ഇതും ഐസ് കോഫി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ലീസുകൾ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് പോവാണ്. എനർജി ഡ്രിങ്കാണ്, 0 കലോറീസ് ആണ് ഇതിനകത്ത്. പിന്നെ ഇവിടെ എല്ലാ സാധനത്തിനും ഓരോ കാലോറീസ് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഫി എടുക്കുമ്പോൾ കോഫിക്കകത്ത് ഇത്ര കലോറീസ് ഉണ്ടെന്നും എല്ലാം കാണിക്കും. വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ വണ്ടി ചെന്ന് എഴുന്നേറ്റ് ഇത് കുടിച്ച് അവിടെ ഇരിക്കാൻ കുറച്ച് നേരം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ലൈക്ക്
സ്റ്റോർസ് ഇതുപോലെ അടുത്തടുത്ത് സ്റ്റോർസ് കാണും. പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്തായിരിക്കും സ്റ്റോർസ് എല്ലാം. അപ്പോൾ അവിടെ ചെല്ലുന്നതാണ് നമുക്ക് ഇഷ്ടം പോലെ ഡ്രിങ്ക്സും അതേപോലെ ജ്യൂസുകൾ. അങ്ങനെ ഞങ്ങൾ വണ്ടി ചാർജ് ചെയ്തു. ടെസ്ല കുട്ടനെ ഞങ്ങൾ ചാർജ് ചെയ്തു. ഞങ്ങൾ ഇനി ഇപ്പം അടുത്ത് ഞങ്ങൾ ഫില്ലയിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയല്ലേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. വണ്ടി ടെസ്ല കുട്ടനെ ഓട്ടോ ഡ്രൈവിലോട്ട് ഇടാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ ഓട്ടോ ഡ്രൈവിലാണ് പോകുന്നത്. സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നില്ല, പെഡൽസ് യൂസ് ചെയ്യുന്നില്ല. ആക്ച്വലി മാപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പം മാപ്പിനനുസരിച്ച് വണ്ടി പൊക്കോളും. I don't think it will turn the... Yeah, it'll turn. If there's room there and it wants to go faster, it will do that. So right now there's enough space in the front, so it's not doing that. But the car ahead was going slower. That lane was open, like it will turn. It will turn, right? Yeah. So ആ വണ്ടി ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പതുക്കെ പോവായതുകൊണ്ട് ചിലപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് വണ്ടി മാറുവേ. നമുക്ക് നോക്കാം. വണ്ടി സ്ലോ ആവുന്നുണ്ട്. Right now it's because there's enough space, it's not going to do that. But if that car was going really slow and there was room on the left, it would do that. It will go. But because there's room in front of us, like it's not going to do that. Also, if there's other cars in the lane, yeah, it's not going to do that either. Yeah. Right now there's cars in the other lane, so it's not. And the car is coming, right? Yeah. So I can detect that. That red light you see there? Yeah. Means that there's cars in our next to us. Left side. It's a blind spot to see the car stopping. Yeah. ഇതിൽ സ്പീഡ് ലിമിറ്റ് നോക്കിയാൽ കാണാം. 60, 56, 57, 58 ആ ഒരു സ്പീഡ് ലിമിറ്റിൽ പോകുന്നു. ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നത് ടെസ്ലയാണെന്ന് തോന്നുന്നു പോകുന്നത്. വണ്ടി ടെസ്ലയാണെന്ന് തോന്നുന്നു. സൈഡിലല്ലേ ഈ വണ്ടി വരുന്നതുകൊണ്ട്, അല്ലായിരുന്നെങ്കിൽ ലെഫ്റ്റിലോട്ട് മാറുമായിരുന്നു വണ്ടി. തന്നെ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നേ. ഓക്കെ, ഇതിപ്പം വണ്ടി മാറുന്നതാട്ടോ, ഓട്ടോമാറ്റിക്കലി പോകുന്നതാട്ടോ. അപ്പോൾ സ്റ്റിയറിങ് മാറുന്നതാണ്. ഓക്കെ, സെൻട്രൽ ലൈനിലേക്ക് വണ്ടി മാറി. ഈ സ്കൈ ഉണ്ടോ, ഭയങ്കര രസമുണ്ട് കാണാൻ. വാവ്, ഇത്രയും നേരമായിട്ട് ഓട്ടോ പൈലറ്റിലാണ് കിടക്കുന്നത്. ഇതുവരെ നോർമൽ ഡ്രൈവിംഗിലേക്ക് മാറ്റിയിട്ടില്ല. വണ്ടി അങ്ങനെ തന്നെ കിടക്കുക. റോഡ് മാറി കേട്ടോ, ലൈൻ മാറി. ഓട്ടോ പൈലറ്റിലാണ് കിടക്കുന്നത്, ലൈൻ മാറിയാ പോകുന്നത്. അച്ഛൻ കൺട്രോൾ എടുത്തു. സൈഡ് റോഡ് ആയതുകൊണ്ട്, സ്പീഡ് റോഡ് ആയതുകൊണ്ട് അച്ഛൻ കൺട്രോൾ എടുത്തു. ഇനി അച്ഛനായിരിക്കും ഓടിക്കുന്നത്. And I thought it was turning into the other car. Other car? Oh. Yeah, but it's smart. Like it knows that the other car's there, so it won't do that. Yeah. I saw it red on there. That's why I was like, oh. Yeah, even I saw that. I thought it will go in the other side. Yeah, I was a little worried, but it knew that the other car was there. ഇതാണ് എനിക്ക് ഓട്ടോ പൈലറ്റ് കാണിക്കാനുള്ളത്. വണ്ടി തന്നെ മാറുകയും ഒക്കെ ചെയ്യും. അടിപൊളിയാണ് വണ്ടി, ഭയങ്കര സെൻസിബിൾ ആട്ടോ വണ്ടി. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല വണ്ടി.
സോ ഇതാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഇനിയിപ്പോൾ ഫിലയിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ ബാക്കി ഫിലയിലെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇവിടെ കാണുന്നതാണ് ഫിലെ. ഫുൾ സിറ്റിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ചൈന ടൗണിലേക്കാണ്. ഫില്ലയിലെ ചൈന ടൗൺ ഉണ്ട്. അപ്പോൾ ഫില്ലയിലെ ചൈന ടൗണിലൊന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ മാപ്പിൽ നോക്കുവാണ് എവിടെ ലൊക്കേഷൻ കറക്റ്റായിട്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ലൊക്കേഷൻ കാണിക്കാം. ബൈ ഗൈസ്. ആ കാണുന്ന ഗേറ്റാണ് ചൈന ടൗണിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെ ആക്ച്വലി ഫുൾ ചൈനീസിലൊക്കെ എഴുതി വെച്ചേക്കണേ കൂടുതലും. വാവ്, ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ. ഫുൾ ചൈനീസിലൊക്കെ എഴുതി വെച്ചേക്കണേ. ഗൈസ് ഇവിടെ മൊത്തം ചൈനീസ് സെക്ഷൻ കേട്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ലൈക്ക് ചൈനയിൽ എൻ്റർ ചെയ്ത പോലെ ഉണ്ട്. ഇറ്റ് സീംസ് ലൈക്ക് ചൈന. വി എൻ്റർഡ് ടു ചൈന. ഇത് ചൈനീസ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ US-ലുള്ള ഒരു ലൈക്ക് ഫില്ലയിലുള്ള ഒരു സ്ട്രീറ്റാണിത്. ഇത് ചൈനീസ് സ്ട്രീറ്റ് ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കൊള്ളാം. ഇതൊരു മാർക്കറ്റാണ്. ബിൽഡിംഗ് ഒക്കെ കണ്ടോ നിങ്ങൾ? ഇത് ചൈനീസ് ബാങ്ക് ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. കുറേ ഉണ്ട് കേട്ടോ കാണാൻ. രസമുണ്ട്. ഈ ബിൽഡിംഗ് കണ്ടോ? സ്മോക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ കിടക്കുന്നുണ്ടോ? നല്ല രസമുണ്ട് ഇത് കാണുമ്പോൾ. ദിസ് ഇസ് വാട്ട് ചൈന ടൗൺ ഇസ്. എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ബാക്കിയും കൂടി എടുക്കട്ടെ. Right around the corner from us. അപ്പോൾ ഗൈസ് അങ്ങനെ ഫിലഡൽഫിയയിലെ മെയിൻ സിറ്റി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഇതാണ് എനിക്ക് മെയിനായിട്ട് കാണിച്ചു തരാനുള്ളത്. ഫുൾ ബിൽഡിങ്സ് ആണ്. സെയിം നമ്മൾ ന്യൂയോർക്കിൽ പോയത് തന്നെ ഫുൾ വലിയ വലിയ ബിൽഡിങ്സ് ആണ് ഇവിടെ കാണാനുള്ളത്. ഞാൻ കുറേ പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്തു. എല്ലാം കൂടി ഞാൻ ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് ഐ ഗോട്ട് ടുഡേ ഇൻ മൈ ഫോൺ. ക്യാമറ എടുത്തില്ല. ക്യാമറ എടുക്കാൻ ലൈക്ക് ഇത്ര ഓർത്തില്ല. പിന്നെ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഷോ വിത്ത് യു ഗൈസ്. പിന്നെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഏരിയയും കൂടി ഞാൻ കാണിച്ചു തരാം. അവിടെ ചീസ് സ്റ്റേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ചീസ് സ്റ്റേക്ക് റൈറ്റ്? അപ്പോൾ
അതിൻ്റെ കുറച്ച് വീഡിയോസും കാണിച്ചു തരാം. അത് എന്തോ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല. സോ നമുക്ക് അവിടെ പോയിട്ട് അത് കണ്ട് ലെറ്റ് ട്രൈ ദാറ്റ്. ഇതൊരു മാർക്കറ്റാണ്, ഫുഡിൻ്റെ മാർക്കറ്റാണ്. ഇവിടെ കുക്ക്ഡ് ഫുഡാണ്, കുക്ക് ഫുഡ് എവ്രിവെയർ, കുക്ക്ഡ് ഫുഡാണ് എല്ലായിടത്തും കൊടുക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലുള്ള ഇത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹണിയാണ്. ഇത് അമേരിക്കയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹണീസ് ആണ്. ഒരു ഡ്രാഗൻ ഉണ്ടാക്കി വെച്ചു. ഇവിടെ മൊത്തം സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ചീസ് സ്റ്റേക്ക് വാങ്ങിക്കാൻ പോകുന്നത്. സ്റ്റേക്കിന് $16 പിന്നെ ചീസ് സ്റ്റേക്കിന് $18. ഇത് മൊത്തം ബിവറേജ് ഏരിയയാണ്, ഫുള്ള് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. This is your first Philly cheesesteak. ഇതാണ് ചീസ് സ്റ്റേക്ക്. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ് ഇതാണ് മ്യൂസിയം വരുന്നത്. റോക്കി എന്ന് പറഞ്ഞ മൂവിയിലെ സ്റ്റാച്ചു ആണ്, അതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഞാനത് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാച്ചു. റോക്കി എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ഉള്ള സ്റ്റാച്ചു ആണിത്. ഈ ലൊക്കേഷൻ കണ്ടോ? സോ ഗൈസ് ഇതാണ് ഫില്ലേ. എനിക്കിതാണ് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയാം. ഐ ലിറ്ററലി വാക്ക്ഡ് അറൗണ്ട് ദ ഹോൾ സ്ട്രീറ്റ്. എൻ്റെ കാലും കൈയും എല്ലാം വേദന കഴിക്കുന്നത്. ഓക്കെ, എനിവേ നൈസ് ടു see this place. It's really cool and yeah, this is what I want to show you guys. Anyway, see you guys. Bye.